പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വ്യാഴാഴ്ച വലിയ കൃപയുടെ അഭിഷേകത്തിലേക്ക് ദിനമായിട്ട് മാറട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനം. യേശു വിശുദ്ധ പത്രോസിനോട് പറയുന്നതാണ്. പത്രോസിനോട് പറയാണ്, യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. നമുക്കറിയാം, എൻ്റെ കുഞ്ഞാടുകളെ നിനക്കിഷ്ടമാണോ എന്നല്ല യേശു ചോദിക്കുക. എൻ്റെ കുഞ്ഞാടുകൾ നിനക്ക് ഇഷ്ടമാണോ? എൻ്റെ കുഞ്ഞാടുകൾ ഇഷ്ടമാണെങ്കിൽ നീ മേയിച്ചു കൊള്ളുക. അങ്ങനെയല്ല പറയുന്നത്. പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതായത് യേശു ചോദിക്കുകയാണ്, ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മളുടെയൊക്കെ ചിലപ്പോഴൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിത പങ്കാളി, പ്രിയപ്പെട്ടവർ, ഇവരെ കുറിച്ചൊക്കെ പരാതി പറയുമ്പോൾ യേശു പത്രോസ്ലീഹായോട് ചോദിക്കുന്ന ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നിട്ട് പറയാണ്, എൻ്റെ കുഞ്ഞാടുകളെ. അതായത് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കണമെങ്കിൽ എനിക്ക് ആദ്യമേ എൻ്റെ യേശുവിനെ സ്നേഹിക്കാൻ പറ്റണം. യേശുവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിൽ വിള്ളലുണ്ടെങ്കിൽ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നല്ല രീതിയിൽ നിർവഹിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല മനസ്സോടെ നിർവഹിക്കുക അസാധ്യമാണ്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എപ്പോഴും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അപ്പോയിൻമെൻറ്റുകളൊന്നുമല്ല ചിലപ്പോഴൊക്കെ നടന്നിട്ടുള്ളത്. ചിലപ്പോഴൊന്നും എനിക്കത്ര മാനുഷികമായ രീതിയിൽ ഇഷ്ടപ്പെടാത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ തരുമ്പോഴും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കാറുണ്ട്. കാരണം അതിൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ്, യേശുവുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ നമ്മെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും അധികാരി അതിൻ്റെ നിയതമായ രീതിയിൽ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും, പക്ഷെ മാനുഷികമായിട്ടൊക്കെ ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഇഷ്ടപ്പെടണം എന്നത് നമ്മുടെ സ്വർഗരാജ്യ പ്രവേശനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു ചോദിച്ച ചോദ്യം, നീ എൻ്റെ കുഞ്ഞാടുകളെ ഇഷ്ടപ്പെടുന്നോ എന്നല്ല. അല്ലെങ്കിൽ യേശു നമ്മളോട് ചോദിക്കുന്നു, നിന്നെ ഞാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെയല്ല, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ കുഞ്ഞാടുകളെ ഞാൻ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ നീ സ്നേഹിക്കണം. അതാണ് യേശു പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സങ്കടമോ ദുഃഖമൊക്കെ ഉണ്ടെങ്കിൽ കർത്താവേ, ഇത് കാണുന്ന മക്കളുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതകരമായി ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴെപ്പോഴും ആമേൻ.